കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥയെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാണ് ഒരു വാദമുഖം നിർത്തുന്നത്? ഇന്ന് എന്താണ് ഹൈക്കോടതിയിൽ സംഭവിച്ചത്? ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം തീരെ പ്രിപ്പയർഡ് അല്ലാണ്ട് കോടതിയിൽ വന്നിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയേണ്ട വരികയാണോ ചെയ്തത്? അങ്ങനെ എല്ലാം സംഭവിച്ചത്. ഇന്ന് ഹൈക്കോടതി അതിനിശിതമായി അതിരൂക്ഷമായി സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയും ഇത്രയും കാലം ഈ വിഷയത്തിൽ കേരള സമൂഹത്തിന് മുന്നിൽ പറഞ്ഞിട്ടുള്ള നുണകൾ മുഴുവൻ പൊളിഞ്ഞു വീഴുന്ന അവസ്ഥ അവിടെ സംജാതമാവുകയാണ് ചെയ്തത്. ഇന്ന് ഹൈക്കോടതി വളരെ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് കയ്യിലുള്ള പണത്തിന്റെ കണക്കില്ലാത്ത നിങ്ങൾക്ക് ഈ പണം എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു പദ്ധതി ഇല്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ ഫണ്ടിന് വേണ്ടി കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ സാധിക്കുക? ഈ കോടതിക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്രത്തോട് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് കോടതി പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് കേന്ദ്രത്തോട് പ്രാക്ടീസിംഗ് ലോയർ, അതുകൊണ്ടാണ് ശങ്കുവിനോട് ചോദിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ കോടതി അവിടെ നിരീക്ഷണമായിട്ട് കോടതി അത്തരത്തിൽ ഓഫ് ദ റെക്കോർഡായി പറഞ്ഞതാണോ അതല്ല ഇതെല്ലാം വിധിന്യായത്തിന്റെ ഭാഗമാണോ? ഐ വുഡ് ലൈക്ക് ടു നോ വെദർ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ജഡ്ജ്മെന്റ്. അതാണ് എനിക്ക് അവിടെ ഫിനാൻസ് ഓഫീസർ വിയർക്കുകയായിരുന്നു. അതെല്ലാം ആയിക്കോട്ടെ, അല്ലല്ല, അത് ശങ്കു പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രിപ്പയർഡ് ആയിട്ട് വരേണ്ടതായിരുന്നു. കാരണം ഇത് ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല. SDRF എത്ര നീക്കിയിരിപ്പുണ്ട് എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ അവിടെ മറുപടി ഇല്ലാതെ കൈമലർത്തുകയല്ല സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫിനാൻസ് ഓഫീസർ ചെയ്യേണ്ടത്. ഞാനിപ്പോ ഈ കാര്യത്തിൽ ചോദിച്ച ഇത്രയേ ഉള്ളൂ. കേരളത്തിന് ഈ പ്രകൃതി ദുരന്തത്തിൽ ഇന്ത്യ ഗവൺമെന്റ് L3യിലേക്ക് ഈ പറയുന്ന അതിതീവ്ര ദുരന്തം എന്ന നിലയിലേക്ക് ഇത് കണക്കാക്കുന്നതിനും അതിന് അർഹമായ നിലയിൽ ആനുപാതികമായ നിലയിൽ അങ്ങനെ കേരളത്തിന് അങ്ങനെ ഒരു പാക്കേജ് നൽകുന്നതിന് എന്താണ് തടസ്സം എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. നവംബർ 13-നാണ് ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്നുള്ള ആ റിപ്പോർട്ട് അവിടെ ചെന്നത്. അത് വേണം, അതാണ് കേന്ദ്ര സർക്കാർ. അല്ല, അത് മഞ്ജുഷ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. 8ാം മാസത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ഗൈഡ് ലൈൻസ് ഇന്ത്യയിൽ ആദ്യമായി തയ്യാറാക്കിയത്. 8ാം മാസത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് കണ്ട് തിരിച്ചു പോയതിന് ശേഷം അതിനു മുമ്പ് ഈ പറയുന്ന ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് തയ്യാറാക്കേണ്ടതായിട്ടുള്ളത് എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ചൊരു മാനദണ്ഡം ഇല്ല. ആ മാനദണ്ഡം ഈ പറയുന്ന ദുരന്തത്തിന് ശേഷമാണ്, അതിന് മുമ്പുള്ളതല്ല. അങ്ങനെ ഇത് തയ്യാറാക്കുമ്പോൾ കേരളം ആവശ്യപ്പെടുന്നതും ഈ പറയുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് തയ്യാറാക്കുന്നതും തമ്മിൽ തന്നെ പല വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട് വ്യത്യാസം എന്നൂടെ ഞാൻ പറയാം, അധിക സമയം എടുക്കൽ, എൻ്റെ സമയത്തിൽ പിന്നീട് ചുരുക്കിക്കോളൂ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ പുനരധിവാസത്തിന് ഒരു വീട് വെക്കണമെങ്കിൽ മഞ്ജുഷനായാലും ശങ്കുവിനായാലും സമ്പത്തിനായിരുന്നാലും അത്തരത്തിൽ പുനരധിവാസത്തിന് വീട് വെക്കണമെങ്കിൽ 1,25,000 രൂപയാണ്. 1,25,000 രൂപയ്ക്ക് ശങ്കുവിന് വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ ഇത്തരത്തിൽ ഈ നഷ്ടപ്പെട്ടവർക്ക്, എല്ലാം നഷ്ടപ്പെട്ടവർക്ക്? ഇന്ത്യ ഗവൺമെന്റ് SDRF ഫണ്ടിൽ നടക്കില്ല. അത് പ്രത്യേക പാക്കേജ് തന്നെ വരേണ്ടി വരും. എന്തുകൊണ്ട് വൈകുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞ മറുപടി. നവംബർ 13-നാണ് നിവേദനം അവിടെ കിട്ടിയത് എന്ന്. അതായത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് അവിടെ കിട്ടിയത് നവംബർ 13-നാണെന്നാണ്. അത് ശരിയുമാണ്, സമ്മതിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് കൊടുത്തതോ? പക്ഷെ അതിന് മുൻപ് കൊടുത്തത് നിവേദനം മാത്രമാണല്ലോ. നിവേദനത്തിൽ കേരളത്തിൽ ഇത്തരത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള കേരളം ആ നിവേദനത്തെ സംബന്ധിച്ചാണ് ഇന്നലെ റവന്യൂ മന്ത്രി പറഞ്ഞത്. മറന്നുപോകരുത്. വ്യത്യാസമുണ്ടോ? ഈ നവംബർ 13-നാണ് കിട്ടിയത് എന്ന് അമിത്ഷാ പറഞ്ഞ ആ വാചകം അത് വിശ്വസിക്കുന്നില്ല. ഇവിടെ റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞത് അത് തെറ്റാണെന്നാണ്. അതിന് മുൻപ് നിവേദനം പോയിട്ടുണ്ട് എന്നാണ്. കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യമാണ്. ഇവരുടെ അഭിഭാഷകൻ അത് നിഷേധിച്ചിട്ടില്ലല്ലോ. ഇന്നത്തെ ദിവസം പോലും അത് നിഷേധിച്ചിട്ടില്ലല്ലോ. ചർച്ചയിൽ വന്നിരുന്നുണ്ട് അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇത് കോടതിയുടെ റെക്കോർഡിലുള്ള കാര്യമാണ്. 13/11/2024 തീയതിയിലാണ് PDN സമർപ്പിക്കുന്നത്. 2219 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട്. ഇവിടെ ശ്രീ സമ്പത്ത് ചെയ്യുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കള്ളത്തരത്തെ മറിക്കാൻ വേണ്ടി അതിവൈകാരികത കൊണ്ടൊരു നാടകം കളിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചുപോയിട്ടുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വ്യോമസേന ഇറങ്ങി വന്നപ്പോൾ അവരുടെ ആ പ്രവർത്തനത്തിന് വരെ ഫണ്ട് മേടിച്ചു എന്നൊക്കെ പറയുന്നത്. ആ പറയുന്നത് നല്ല നാടക നടനുണ്ട്, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, നല്ല ആക്ടറാണ്. ആ കാര്യത്തിൽ ശങ്കു പറയുമ്പോ ചോദിച്ചോ ഇല്ലയോ? കഴിച്ച ഭക്ഷണത്തിന്റെ പണം ചോദിച്ചോ ഇല്ലയോ? കൊടുത്ത നെല്ലരിയുടെ പണം ചോദിച്ചോ ഇല്ലയോ? അതിന് മറുപടി പറയും. രക്ഷിക്കാനായി വന്നതിന് പണം ചോദിച്ചോ ഇല്ലയോ? ശങ്കു പറയട്ടെ, ശങ്കു പറഞ്ഞോളൂ. എന്തൊരു മര്യാദയില്ല. ഒരു മര്യാദയില്ല. ജീവനാണ് പ്രശ്നം, ജീവിതമാണ് പ്രശ്നം. മര്യാദയാ. ഞാൻ ഇങ്ങനെയാണെങ്കിൽ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. ശങ്കു പറഞ്ഞോളൂ. അല്ലല്ല, ഇടയ്ക്ക് ഒരു ചോദ്യമൊക്കെ വരും. ശങ്കു പറഞ്ഞോളൂ.
മര്യാദയില്ലാത്ത പെരുമാറ്റമാണ്. അദ്ദേഹം പാർലമെന്റിൽ അംഗമായിരുന്ന ആളാണ്. മറ്റൊരാൾ സംസാരിക്കാൻ അനുവദിക്കാനുള്ള മര്യാദ പോലും അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? ഈ 16/11/2024 തീയതി നവംബർ 16 ചേർന്നിട്ടുള്ള IMCT RBയുടെ ബില്ലുകളെല്ലാം ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യമാണോ? അതായത് ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസ് പ്രകാരം ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിവിറ്റിയിൽ ആർമഡ് ഫോഴ്സസോ മറ്റേതെങ്കിലും സായുധ സേനാ വിഭാഗങ്ങളോ ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബില്ലുണ്ടാക്കി ആ ബില്ല് സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിക്കുകയും സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയും ചെയ്യുന്ന നടപടിക്രമമുണ്ട്. എന്നാൽ ചില സവിശേഷ സാഹചര്യങ്ങളിൽ അത് ഒഴിവാക്കാറുണ്ട്. ഈ കാര്യത്തിൽ വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ 16/11/2024 തീയതി ചേർന്നിട്ടുള്ള IMCT ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം എന്ന് പറയുന്ന IMCTയുടെ ബോഡി ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ആർമിയുടെ, നേവിയുടെ, എയർഫോഴ്സിന്റെ മുഴുവൻ ബില്ലുകളെ എക്സ്ക്ലൂഡ് ചെയ്യാൻ, ആ പണം മേടിക്കേണ്ടതില്ല തീരുമാനിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞതിന് ശേഷം മരിച്ചുപോയിട്ടുള്ള ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചതിന് ആർമി പണം മേടിച്ചില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചർച്ചയിൽ എന്ത് സത്യസന്ധതയാണുള്ളത്? ഞാനിവിടെ ഇത്രയും നേരം എന്നെ തടസ്സപ്പെടുത്തിയുണ്ട്. ഞാനതിന്റെ ആദ്യം മുതൽക്കൊന്ന് പറയണമെന്ന് വിചാരിക്കുന്നു. എന്നെ ഇനിയും തടസ്സപ്പെടുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. 2005-ലാണ് ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസ് എന്ന് പറയുന്ന നമ്മുടെ ദുരന്ത നിവാരണ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത്. BJP സർക്കാർ ഉണ്ടാക്കിയതല്ല, UPയുടെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയുള്ള ചട്ടങ്ങളാണ്. ആ ചട്ടങ്ങൾ പ്രകാരമാണ് നമ്മൾ ദുരന്തങ്ങളെ L1, L2, L3 എന്ന് ഇതാക്കുന്നത്. ഇതിനെ L3-ലാക്കാൻ പറ്റുമെന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. ഇതുവരെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഇവരുടെ ചോദ്യം. ബോധപൂർവ്വം ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ച് മാത്രമുള്ള ചോദ്യമാണത്. കാരണം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ എവിടെയും ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. 2013 ഉത്തരാഖണ്ഡ് ഫ്ലഡ് ഉണ്ടായി, 6000 പേര് മരിച്ചു, ഏതാണ്ട് 300ഓളം ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. അന്ന് അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പാർലമെന്റിൽ ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഘട്ടത്തിൽ അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കേരളത്തിലുള്ള MP, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ അങ്ങനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻ ഇല്ലാന്ന്. ഇത്രയും കാലം ദേശീയ ദുരന്തം എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് L3 ആയി പ്രഖ്യാപിക്കണം, സെക്ഷൻ 46 പ്രകാരം. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസിൽ ഈ പറയുന്ന ഗ്രേഡിങ്ങിനെ സംബന്ധിച്ച് പറയുന്നത്? അതായത് ഒരു ജില്ലയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതും ജില്ലാ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ കൊണ്ട് മിറ്റിഗേറ്റ് ചെയ്യാവുന്നതുമായിട്ടുള്ള ദുരന്തങ്ങളെയാണ് L1 എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരു സംസ്ഥാനത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതും സംസ്ഥാനത്തിന്റെ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിലീഫ് ആക്ടിവിറ്റികൾ നടത്താൻ കഴിയുന്ന ദുരന്തങ്ങളെയാണ് L2 എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നിലേറെ സംസ്ഥാനങ്ങളെ ബാധിക്കുന്നതും ദേശീയ ഏജൻസികളുടെ പാരാഫെർനേലിയ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് റിലീഫ് നടത്താൻ കഴിയുന്നതുമായിട്ടുള്ള ദുരന്തങ്ങളെയാണ് നമ്മൾ L3 ആയിട്ട്. ശരി ശംഖു, അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിനേക്കാൾ വലുതായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ 2200 കോടിയുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് കിട്ടിയത് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. പക്ഷേ അതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ ഫ്ലഡിന്റെ കാര്യം അടിയന്തരമായിട്ട് 994 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. തമിഴ്നാട് ആവശ്യപ്പെട്ടത് 2000 കോടി രൂപയാണ്. അവിടെ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് അവിടെ ചെന്നിട്ടുണ്ടാവുമോ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ? അതോ ചെന്നതിന് ശേഷമുള്ള പരിശോധനയ്ക്ക് ശേഷമാണോ ഈ 994 കോടി രൂപ അനുവദിച്ചത്? കേരളത്തിന് പക്ഷേ അങ്ങനെ അധിക സഹായമൊന്നും കിട്ടിയിട്ടില്ല. ഈ റിപ്പോർട്ട് അടിയന്തരമായിട്ട് അനുവദിച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് അവിടെ ചെന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനത് ഉത്തരം പറയട്ടെ. തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള സെങ്കൽ ഈ പറയുന്ന സൈക്ലോണുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ 994 കോടി രൂപയുടെ അടിയന്തര സഹായം അനുവദിച്ചിട്ടുള്ളത്. സെങ്കൽ ദുരന്തം ഏത് ക്ലാസ്സിൽ വരുന്ന ദുരന്തമാണ്? അതായത് തമിഴ്നാട്ടിലെ 14 ജില്ലകളെ ബാധിച്ചിട്ടുള്ള 1.5 കോടി ആളുകളെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള 69 ലക്ഷം കുടുംബങ്ങളെ ബാധിച്ചിട്ടുള്ള 300ഓളം മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള 2.5 ലക്ഷം ക്യാറ്റിലിനെ ബാധിച്ചിട്ടുള്ള ഒരു സംസ്ഥാന ദുരന്തമാണത്. L2 ഗ്രേഡുള്ള ദുരന്തമാണത്. അങ്ങനെയുള്ള ദുരന്തത്തിൽ ഈ പറയുന്ന NPDA ഇല്ലാതെ തന്നെ അടിയന്തരമായിട്ടുള്ള ഇമ്മീഡിയറ്റ് റിലീഫ് കൊടുക്കാൻ ഈ പറയുന്ന ദുരന്ത നിവാരണ നിയമത്തിൽ പ്രൊവിഷൻ ഉണ്ട്. എന്നാൽ വയനാട്ടിൽ സംഭവിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തമാണെന്നിരിക്കെ തന്നെയും നമ്മുടെ കേന്ദ്രത്തിലെ മന്ത്രിയായിട്ടുള്ള റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ അത് ഒരു പഞ്ചായത്തിനുള്ളിൽ നടന്നിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ നിയമത്തിലെ പ്രൊവിഷൻസ് പ്രകാരം അതിനെ L1 L2 ആയിട്ട് ഗ്രേഡ് ചെയ്യാൻ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ടിൽ നിന്ന് മാത്രം അതിൽ നിന്ന് മാത്രമേ പണം അനുവദിക്കാൻ കഴിയുകയുള്ളൂ. അത് ആ മാനദണ്ഡ പ്രകാരമാണ്. അതേ കിട്ടിയിട്ടുമുള്ളൂ. അതല്ലാതെ ഒരധിക സഹായവും വന്നിട്ടില്ല. അക്കാര്യം സമ്മതിക്കാമല്ലോ അല്ലേ? ഈ ഫിനാൻസ് കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള തുക മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെയല്ല അതിന്റെ പ്രൊവിഷൻ. അത് ഞാൻ പറയാം. അതായത് 15ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഓരോ സംസ്ഥാനങ്ങൾക്കുള്ള ദുരിതാശ്വാസ നിധി SDRF-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് വർഷാന്ത്യത്തിൽ തന്നെ തീരുമാനിക്കും. 5 വർഷത്തെ പ്ലാനാണല്ലോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇരിക്കെ 2021 മുതൽ 2026 വരെയുള്ള പീരീഡിലേക്ക് കേരളത്തിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുള്ള 1852 കോടി രൂപയാണ്. ഈ SDRF-ലെ 75% കോൺട്രിബ്യൂഷൻ കേന്ദ്ര സർക്കാരും 25% കോൺട്രിബ്യൂഷൻ സംസ്ഥാന സർക്കാരുമാണ് വഹിക്കുന്നത്. ആ കണക്കിൽ 2024-2025 കാലഘട്ടത്തിലേക്ക്
സംസ്ഥാനത്തിനൊക്കെയുള്ള SDRF 388 കോടിയാണ്. അതിൽ 291 കോടി രൂപ കേന്ദ്രത്തിന്റെ സംഭാവനയും 96 കോടി രൂപ സംസ്ഥാനത്തിന്റെ സംഭാവനയുമാണ്. അങ്ങനെയുള്ള 291 കോടി രൂപയിൽ ഈ വയനാട് ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ ജൂലൈ 31-ാം തീയതി തന്നെ സംഭാവന എന്നുള്ള വാക്ക് ഒഴിവാക്കണമെന്നാണ് സമ്പത്ത് പറയുന്നത്. സംഭാവനയല്ല. ഓരോ വാക്കിനും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. ശംഖു, സോറി ടു ഇന്ററപ്റ്റ് യു. ഈ കാര്യം സംഭാവനയൊന്നുമല്ല. സംഭാവന എന്നൊക്കെ ഉള്ളത് അതിന്റെ ഔദാര്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചുള്ള അത്തരത്തിലുള്ള അധികാരങ്ങളുടേതായിട്ടുള്ള ആ വിനിയോഗത്തിന്റെ ഭാഗമായി ധനവിനിയോഗം അത്തരത്തിൽ ഈ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതാണ്. അത് ഇന്ത്യയുടെ ഫൈനാൻസ് കമ്മീഷൻ ഭരണഘടനാപരമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് അത്തരത്തിൽ ചെയ്യുന്നതാണ്. സംഭാവന എന്നൊന്നും പറയുന്നത് അങ്ങനെയുള്ള പദപ്രയോഗം വേണ്ട. എന്നെ പറഞ്ഞ് മുഴുപ്പിക്കാൻ സമ്മതിക്കൂ. അപ്പൊ 291 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ്, 96 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ്. വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം ജൂലൈ 31-ാം തീയതി അഡ്വാൻസ്ഡ് ആയിട്ട് പേയ്മെന്റ് ആയിട്ട് 145.60 കോടി രൂപ അനുവദിച്ചു. അതിനുശേഷം നവംബർ 1-ാം തീയതി വീണ്ടും 145.60 കോടി രൂപ അനുവദിച്ചു. 96 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണല്ലോ. അങ്ങനെ ഇരിക്കെ 782 കോടി രൂപ, അതായത് കഴിഞ്ഞ വർഷത്തെ നീക്കിയിരിപ്പായിട്ട് 394 കോടി അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് സംസ്ഥാനത്തിന്റെ തന്നെ പ്രിൻസിപ്പളായിട്ട് അക്കൗണ്ടന്റ് ജനറൽ ബോധിപ്പിച്ചുള്ള കണക്ക് അവിടെയുണ്ട്. അപ്പൊ ഈ കണക്കുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപയുണ്ട്? 782 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ SDRF പക്കലുണ്ട്. 677 കോടി എന്നാണ് ഇന്ന് കോടതിയിൽ പറഞ്ഞത്. അതിൽ വ്യക്തമായ കണക്കില്ലായിരുന്നു കേട്ടോ. 677 കോടി രൂപ ഉണ്ടെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ. ആ കണക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവർ ഈ പറഞ്ഞ 677 കോടി രൂപ വന്ന് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കയ്യിലിരുന്ന് കൂട്ടിയതാണ്. ഇതിന് വേറെ കണക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് 782 കോടി രൂപ ഈ പറഞ്ഞ കണക്കിൽ 95 കോടി രൂപ വയനാടിനായിട്ട് ഉപയോഗിച്ചു. 291 പ്ലസ് 96 പ്ലസ് 394 782. അതിൽ 97 കോടി രൂപ കിഴിച്ചു. അവിടെ വയനാടിന് വേണ്ടി കൊടുത്തു എന്ന് പറയുന്നത് 97 കോടി രൂപ കിഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 677. ഇതാണ് ഫിനാൻസ് ഓഫീസർ പറഞ്ഞത്. ഇത് പറയാം ഫിനാൻസ് ഓഫീസർ പോണ്ട, ഇത് എനിക്ക് നിങ്ങൾക്ക് പോയി പറയാം. ഇതാണ് പത്രത്തിൽ വന്ന കണക്ക് വെച്ച് കൂട്ടിയതാ. അതേപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് 675 കോടി രൂപ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വന്നു. അതിൽ നിന്ന് ആകെ 7.5 കോടി രൂപയാണ് ചെലവഴിച്ചത്. ബാക്കി വേണം അവിടെ ഇരിക്കുകയാണ്. അപ്പോ ഇതില് പണം ചെലവഴിക്കുന്നതിന്റെ രീതി എന്താ? ദുരന്ത നിവാരണ നിയമം വളരെ കൃത്യമായിട്ട് പറയുന്നു. സൈക്ലോൺ ഉൾപ്പെടെ ലാൻഡ് സ്ലൈഡ് ഉൾപ്പെടെ ഉള്ള 12ഓളം ദുരന്തങ്ങളിൽ പ്രൈമറി ആയിട്ട് റിലീഫ് ആക്ടിവിറ്റി നടത്തേണ്ടത് സ്റ്റേറ്റ് ആണ്. SDRF നിന്നാണ് ആ ഫണ്ട് ഉപയോഗിക്കേണ്ടത്. SDRF ഫണ്ട് തികയാതെ വന്നു കഴിഞ്ഞാൽ അഡീഷണൽ ഫണ്ട്സ് NDRF നിന്ന് ആവശ്യപ്പെടാം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു മാനദണ്ഡം ഉണ്ട്. എന്താണ്? ഒരു ഡീറ്റെയിൽഡ് മെമ്മറാണ്ടം സമർപ്പിക്കണം. ആ ഡീറ്റെയിൽഡ് മെമ്മറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ IMCT സ്ഥലം വന്ന് പരിശോധിക്കണം. ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വന്ന് സ്ഥലം പരിശോധിക്കണം. അവരുടെ പഠനത്തിന്റെ റിപ്പോർട്ട് ഹൈ ലെവൽ കമ്മിറ്റി എന്ന് പറയുന്ന HLCക്ക് സമർപ്പിക്കണം. HLC പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രോജക്റ്റുകൾ പരിശോധിച്ചാണ് ഫണ്ട് അനുവദിക്കുക. അതിനു വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു പഠനം നടത്തേണ്ടത്. ആ പഠനം സംസ്ഥാന സർക്കാർ 13/11/2024 വരെ, അതായത് വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്ന അന്നത്തെ തീയതി വരെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്? അതായത് ഓഗസ്റ്റ് മാസം 19-ാം തീയതിയാണ് ആദ്യത്തെ മെമ്മറാണ്ടം കൊടുത്തത്. ആദ്യത്തെ മെമ്മറാണ്ടത്തിൽ ആവശ്യപ്പെട്ടത് കേവലം 214 കോടി രൂപ മാത്രമാണ്. 214 കോടി രൂപ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ 153 കോടി രൂപ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അതായത് ഈ നവംബർ 13-നാണ് യഥാർത്ഥത്തിൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് കൊടുത്തത്. അത് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീമതി 19-ാം തീയതി ഫണ്ട് കിട്ടിയില്ല. കേരളത്തിൽ ഹർത്താൽ നടത്തി. കേരളത്തിലെ ജനങ്ങൾ ശരി, മനസ്സിലായി.